ചെറിയൊരു വീഡിയോ കേട്ടോ. പുറകിൽ കാണുന്ന ഞങ്ങളിപ്പം താമസിക്കുന്ന വീടാണ്, പുതിയ വീടാണ്. പുതിയ വീട് തന്നെ എൻ്റെ ബ്രദറിൻ്റെ സ്ഥലമാണ്. ഞങ്ങളിപ്പോൾ കണ്ണൂരായിരുന്നല്ലോ താമസം. അപ്പോൾ കണ്ണൂരിൽ നിന്ന് ആ ഒരു സ്ഥലത്ത് നിന്ന് മാറി വയനാട്ടിലേക്ക്, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വയനാട്ടിലേക്ക് ഞങ്ങൾ താമസം മാറിയിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് 1 മന്ത് ആകാൻ പോകുന്നു. അപ്പം ഈ ഒരു സ്ഥലത്തെക്കുറിച്ചും ഞങ്ങളുടെ പുതിയൊരു വീട് ഞങ്ങൾ കൺസ്ട്രക്ട് ചെയ്യാൻ പോവുകയാണ്. അതിന് സ്ഥലം അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തൽക്കാലത്തേക്ക് ബ്രദറിൻ്റെ ഈ ഒരു സ്ഥലത്താണ് ഇപ്പോൾ താമസിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ചെറിയൊരു ഹോം ടൂറും ഈ ഒരു പ്രദേശത്തിൻ്റെ ഭംഗിയൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇപ്പം ആ നേരെ കാണുന്നത് നമ്മുടെ മാനന്തവാടി പുൽപ്പള്ളി മെയിൻ റോഡാണ്. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഒരു കാറൊക്കെ വരുന്നത് കാണാം. അത് മാനന്തവാടി പുൽപ്പള്ളി മെയിൻ റോഡാണ്. അപ്പോൾ ആ മെയിൻ റോഡിൽ നിന്ന് ഒരു കോൺക്രീറ്റ് റോഡ് അകത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ആ റോഡിലാണ് ഞങ്ങളുടെ ഈ വീട് വരുന്നത്. ഈ സ്ഥലത്തിൻ്റെ പേര് ആലൂർക്കുന്ന് എന്നാണ്. പുൽപ്പള്ളിക്ക് ഇവിടുന്ന് എനിക്കൊന്ന് 3-3.5 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ അങ്ങ് നേരെ അങ്ങ് ദൂരെ കാണുന്നുണ്ടോ, അവിടെ കാണുന്നുണ്ടോ, അത് ഫോറസ്റ്റാണ് കേട്ടോ. ആനയ്ക്കുള്ള സ്ഥലം തന്നെയാണ്. ആനയുടെ കുറച്ച് ഒരു 2 വീക്സ് മുന്നേ നമ്മളൊരു ആനയുടെയൊക്കെ നല്ല അലർന്ന ആനകൾ അടികൂടിയാന്ന് തോന്നുന്നു, ശബ്ദമൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല വയലാണ്. വീടിൻ്റെ ചുറ്റും വയലാണ്. ഭയങ്കര കാറ്റ്, ഭയങ്കര ഭംഗി എന്നൊക്കെ പറയാം. എന്താ പറയുക, അടിപൊളിയാണ്. അപ്പോൾ ഈ വയലിനോട് ചേർന്നിരുന്നത് ഇതൊരു താമരക്കുളമാണ്. ആമ്പലല്ല, താമരയാണ്. കുറച്ച് ദിവസം മുമ്പേ പൂ ഉണ്ടായിരുന്നു. ഇത് നമ്മുടെ വീടിനടുത്തുള്ള അവരുടെ പ്രോപ്പർട്ടിയാണ്. അപ്പം അവിടെ നിന്ന് നോക്കിയുള്ള കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതാണ് ആ ദൂരെ കാണുന്നത് ഞങ്ങളുടെ വീട്. ഇത് ബ്രദറിൻ്റെ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ആ ഒരു കോൺക്രീറ്റ് റോഡാണിത്. ചുറ്റും വയലാണ്. ഭയങ്കര ഭംഗി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭംഗിയാണ്. ഇപ്പം ആ ഒരു ആകാശം മഴക്കാറുണ്ട് ചെറിയ, എന്നാൽ ഇടയ്ക്കിടയ്ക്ക് ഇതാ തെളിഞ്ഞിങ്ങനെ വരുന്നുണ്ട്. അടിപൊളി, ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഏറ്റവും പ്രത്യേകത എന്ന് പറയാനുള്ളത് കാറ്റാണ്. അടിപൊളി കാറ്റാണ് ഇവിടെ, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും തണുത്ത കാറ്റാണ്. ഇവിടുന്ന് ഇപ്പോൾ ഈ റോഡ് ഇങ്ങനെ നടന്നിട്ട് വീട്ടിനതിലെ ഇങ്ങനെ പോവാം. അപ്പുറത്തെ സൈഡിലും കൂടെ കാണിച്ചു തരാം. അവിടെ നിന്ന് നല്ല വ്യൂ ആണ്, നല്ല ഭംഗിയാണ്. ഇപ്പം ഞാനീ നടക്കുന്ന റോഡ് നേരെ കുറേ പോയി കഴിഞ്ഞാൽ അവിടെ ഫോറസ്റ്റാണ്. അപ്പം 2 സൈഡിലും ഫോറസ്റ്റാണ്, വന്യമൃഗങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ഈ അടുത്തൊന്നും ഈ കോൺക്രീറ്റ് റോഡിലൊക്കെ ആന പോകാറുണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ട്. നമ്മൾ വന്നതിന് ശേഷം അങ്ങനെ കണ്ടിട്ടില്ല. എന്തായാലും നോക്കാം നമുക്ക്. ഇങ്ങനെ നമുക്കിത് വീടിൻ്റെ ചെറിയ സ്ഥലമേ ഉള്ളൂ. ഈ നേരെ കാണുന്ന ലിച്ചി എന്ന് പറഞ്ഞ ആ ഫ്രൂട്ടിൻ്റെ മരമാണ് കേട്ടോ പറഞ്ഞത്. ചേർന്ന് തന്നെ വയലാണ്. രാത്രി ഭയങ്കര രസമാണ്. സന്ധ്യയാകുമ്പോഴത്തേക്ക് കുറേ തവളയുടെ ശബ്ദം, ചീവീടിൻ്റെ ശബ്ദം. നമ്മൾ ഇത്രയും നാൾ കണ്ണൂർ താമസിച്ചിട്ട് ഞങ്ങളുടെ ആ ഒരു പയ്യന്നൂർ ഏരിയയും ചീവീടിൻ്റെ സൗണ്ട് ഒന്നും അങ്ങനെ കേൾക്കില്ലായിരുന്നു. പക്ഷേ ഇവിടെ അതൊക്കെ ധാരാളം ഉണ്ട്. അപ്പം ഞാൻ ഈ പറഞ്ഞത് കോൺക്രീറ്റ് റോഡ്, ഇത് നേരെ പോയി കഴിഞ്ഞാൽ ഫോറസ്റ്റ് ആട്ടോ. നേരത്തെ പറഞ്ഞല്ലോ. ഇതാണ് വീട്. 2 വണ്ടിയും കൂടെ കിടക്കുന്നുണ്ട്. ഒരു ബൊലേറോയുണ്ട്, ഒരു ഗ്രാൻഡ് ഐറ്റനുണ്ട്. ബൈക്കുണ്ട്. ബൈക്ക് വീടിൻ്റെ പുറകിലാണ് വെച്ചിരിക്കുന്നത്. ഇവിടെ വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട്. ഇതാണ് ആ സ്ഥലം. വീട് മുമ്പിലിരുന്നിട്ട് മൊബൈൽ നോക്കുന്നുണ്ട്. എന്തോ എന്ന് പറഞ്ഞ എന്തോ ഒരു മരമാണ്. ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് വശം. കുറച്ചൊക്കെ വൃത്തിയാക്കാനൊക്കെ ഉണ്ട് കേട്ടോ. റോസാപ്പൂവൊക്കെ ഇങ്ങനെ വിരിഞ്ഞേക്കുന്നുണ്ട്. റോഡ് നമ്മൾ ഇങ്ങനെ നടന്ന് നോക്കാം നമുക്ക് എന്തായാലും. ഇങ്ങനെ നടന്നിട്ട് ഇങ്ങനെ പോവാണ്. ഇപ്പം എൻ്റെ ഫ്രണ്ടിലൂടെ ഒരു കുളക്കോഴി, നമ്മുടെ കണ്ണൂരൊക്കെ പറയാം മുണ്ടക്കോഴി എന്ന് പറയും, അതിപ്പോൾ ഇങ്ങോട്ട് ക്രോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് ഫുള്ള് വയലാട്ടോ. ഇന്നും വെറുതെ കിടക്കുന്ന വയലല്ല, എല്ലാ വർഷവും കൃഷി ചെയ്യുന്ന വയലാണ്. അവിടെ ദൂരെ കുറച്ച് ആൾക്കാർ വയലിൽ പണിയെടുക്കുന്ന കാണാം. കണ്ടോ, ഭയങ്കര ഭംഗിയാണ് ഈ സ്ഥലം കാണാൻ വേണ്ടിയിട്ട്. ഇതിലൂടെ കുറച്ചങ്ങോട്ട് നടക്കാനുണ്ട് കേട്ടോ. ദൂരെ ഒരു ടാങ്ക് കാണുന്നില്ല. എന്തൊരു കേന്ദ്രത്തിൻ്റെ ഒരു പദ്ധതിയായിരുന്നു എന്ന് പറഞ്ഞാൽ, ഈ തുള്ളി നനയ്ക്ക് വേണ്ടിയിട്ട് നമ്മളെ ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം ഇല്ലേ, അതിന് വേണ്ടിയിട്ട് കുറച്ച് കാലം മുമ്പ് ആക്കിയതാണ്. ഈ കാണുന്ന വയലിലൊക്കെ ആ ഒരു ഡ്രിപ്പ് ഇറിഗേഷൻ്റെ ഇതൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ അതൊക്കെ നശിച്ച് കിടക്കാൻ കേട്ടോ പറഞ്ഞത്. കുറേ പൈസ ഇങ്ങനെ ഗവൺമെൻറ് ചിലവാക്കുന്നുണ്ട്, പക്ഷെ അതൊക്കെ എവിടേക്കോ പോവാണ്. ഇത് നമ്മുടെ വീടിനടുത്തുള്ള ചന്ദ്രേട്ടനുണ്ട്. ചന്ദ്രേട്ടൻ്റെ വയലാണ്, അവിടെയാണ് പണിയെടുക്കുന്നത്. ചന്ദ്രേട്ടൻ്റെ വീടിൻ്റെ മുകളിലായിട്ടാണ് ചെറിയൊരു ഏറുമാടം കണ്ടോ. പണ്ട് ആനയൊക്കെ വരുമ്പോഴേ കാവല ഈ കൃഷി ആകുമ്പോഴത്തേക്ക് എനിക്കൊന്ന് ശരിയാക്കുമായിരിക്കും, നെല്ലാകുമ്പോഴത്തേക്ക് റെഡിയാക്കുമായിരിക്കും അവർ. നമുക്കത് എവിടെ നോക്കി അവർ വയലിൽ കുറച്ച് പണിയെടുക്കുന്ന ഇങ്ങനെ കാണാം. അവർ മറ്റേ ട്രില്ലറൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വയൽ ഉഴുതു മറിക്കുകയും, പണ്ടത്തെ പോലെ മറ്റേ കാളപൂട്ട് അതൊന്നും ഇല്ലല്ലോ. എല്ലാം യന്ത്രം
ആണല്ലോ, അത് നല്ലതാണ്, മൃഗങ്ങൾക്ക് നല്ലതാണ്. അവിടെ ഇങ്ങനെ അവർ പണിയെടുക്കുന്നതാണ്. ഇവിടെ കുറച്ച് ഇഞ്ചിയൊക്കെ ചന്ദ്രേട്ടൻ നട്ടിട്ടുണ്ട്. അങ്ങ് ദൂരമുണ്ട് ചന്ദ്രേട്ടൻ, വയലൂടെ നടപ്പുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ഏരിയയുടെ ഒരു ഭംഗി. ഇതാണ് ഭയങ്കര രസമാണ് കേട്ടോ. നമുക്ക് എന്തായാലും എന്നാൽ ജസ്റ്റ് വയലിലേക്കൊന്ന് ഇറങ്ങി നോക്കാം. അവിടെ ഈശ്വര, അത് ഞാൻ ഇറങ്ങിയാൽ ശരിയാവുമോ? നമുക്ക് എന്തായാലും ജസ്റ്റേ വയലിലേക്കൊന്ന് നടന്നു നോക്കാം. കാഴ്ചകളെ കാണാം. അതിന് നടുക്കൊരു പാറയുണ്ട് കേട്ടോ, വയലിനടുക്കായിട്ട്. നല്ല ഭംഗിയാണ് നമ്മൾ. എന്താ അവർ പണിയെടുക്കുന്നുണ്ടോ? ഇവിടെ വരെ ചേട്ടന്മാർ പണിയെടുക്കുന്നതാണ് കേട്ടോ. ചന്ദ്രേട്ടൻ അങ്ങ് ദൂരെയുണ്ട്. പിന്നെ ആ ട്രില്ലറും കൊണ്ട് ഇങ്ങനെ ഫുള്ളിന് ഉഴുത് മറിക്കുകയാണ്. പിന്നെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് കുറച്ച് തെങ്ങും മറ്റേതൊക്കെ കാണാം. ഞാൻ വയലിലേക്ക് ഇറങ്ങിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ട്രില്ലറിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടാവില്ല നിങ്ങൾക്ക്? കണ്ടോ, ഞാൻ പറഞ്ഞില്ല, ചുറ്റും വയലാണ്. ഭയങ്കര ഭംഗിയുള്ള വയലാണ്. ഇതിനിപ്പോൾ ഇത് നെല്ലായിക്കഴിഞ്ഞ് ഞാൻ എന്തായാലും ഒരു ഷോർട്ട് വീഡിയോ എടുത്തിട്ടാ കേട്ടോ. ദൂരെ നമ്മളെ വീട് കാണുന്നുണ്ട്. ആഹാ, ആകാശത്തിൻ്റെയൊക്കെ ഒരു ഭംഗി നോക്കിയേ. അപ്പോൾ നല്ല വെയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോ നല്ല ഭംഗിയിൽ കാണാൻ പറ്റും. എവിടെയൊക്കെ ഇങ്ങനെതാ വയലെല്ലാം അടിപൊളി. അങ്ങ് ദൂരെ ഫോറസ്റ്റ് ആട്ടാ, കാണുന്നുണ്ടല്ലേ? വീടിൻ്റെ സൈഡ് വരുന്ന ഭാഗം കേട്ടോ. നല്ല വെയിലുണ്ട്. അങ്ങ് ദൂരെ കാണുന്നത് വീട്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ചന്ദ്രേട്ടൻ്റെ വീട് കാണാൻ പറ്റും. ഇതാണ് ചന്ദ്രേട്ടൻ്റെ വീട്. ചന്ദ്രേട്ടനെ ഞാൻ വേറൊരു ദിവസം വീഡിയോയിൽ ഉൾപ്പെടുത്താം കേട്ടോ. ഇവിടുന്ന് ഇങ്ങനെ ഇതൊക്കെ ചന്ദ്രേട്ടൻ്റെ സ്ഥലമാണ്. ഞാൻ പറഞ്ഞ വാട്ടർ ടാങ്ക്, പിന്നെ അങ്ങ് പോയ ഫോറസ്റ്റും കാര്യങ്ങളൊക്കെ. ഇതൊക്കെയാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത്. വയനാട് എന്താ പറയുക, വയനാട് എങ്ങോട്ട് തിരിച്ചാലും നല്ല അടിപൊളി വ്യൂ ഉള്ള സ്ഥലങ്ങളാണ്. അപ്പം ഞങ്ങൾ ഈ പുതിയൊരു താമസ സ്ഥലത്തിൻ്റെ അടുത്തുള്ള കാഴ്ചകളാട്ടോ ഇത്. ഇന്നത്തെ വീഡിയോയിൽ ഇതൊക്കെയാണ് ഉൾപ്പെടുത്തുന്നത് ഞാൻ. ആഹാ, ഒന്നുകൂടെ കാണിച്ചു തരാം. ഇത് കണ്ട, അങ്ങ് ദൂരെ ആ റോഡിനപ്പുറത്തുള്ള നല്ല ഫോറസ്റ്റാണ്. അതിനിപ്പുറത്തെ റോഡ്, പിന്നെ വയൽ, പിന്നെ നമ്മുടെ വീട്. എന്തെങ്കിലും ആനയൊക്കെ ഈ റോഡിലൂടെ പോകുമെന്ന് വിചാരിക്കാം നമുക്ക്. നമുക്കപ്പം നേരെ ഇവിടുന്ന് വയലിൽ നിന്ന് കയറിയിട്ട് നമുക്ക് വീട്ടിലേക്ക് പോവാം. എന്ത് രസമല്ലേ ആ ഒരു പച്ചപ്പും കാര്യങ്ങളും. നല്ല സ്കൈയാണിന്ന്. അപ്പോൾ നേരെ വീട്ടിലേക്ക് പോവാണ്. ഇപ്പോൾ വീട്ടിൽ ആക്ച്വലി ഇപ്പോൾ ആരൊക്കെ ഉള്ളതെന്ന് വെച്ചാൽ ഞാൻ, അച്ഛൻ, അമ്മ, ചേട്ടൻ, പിന്നെ ചേട്ടത്തിയമ്മ, പിന്നെ എൻ്റെ വൈഫാണ്. വൈഫ് നാട്ടിലില്ല, പുറത്താട്ടോ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്കെന്താ നേരെ വീട്ടിലേക്ക് നടക്കാം. ചെറിയൊരു കുളമാണ് ഇത്. സംരക്ഷിക്കുന്നൊന്നുമല്ല, കുളമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഈ കുളം. നമ്മളിതാ ഇങ്ങനെ പോകണം. അമ്മയുണ്ട് വീട്ടിന് മുമ്പിൽ. ഇങ്ങനെ വീഡിയോ ഇങ്ങനെ എടുത്തെടുത്ത് പോകാം നമുക്ക്. ഇതാട്ടാ വഴി. നമുക്കിപ്പോൾ നേരെ വീടിൻ്റെ ഉള്ളിലേക്ക് കയറാം. കുറച്ച് ഇങ്ങനെ അലങ്കോലക്കപ്പെട്ട് കിടക്കായിരിക്കും കേട്ടോ. ഇതാണ് ഹാള്. ഇനിയിപ്പം ഒരാളെ പരിചയപ്പെടുത്തി തരാം, ജിമ്മിക്കുട്ടൻ. ഈ സോഫ ആക്ച്വലി ഞങ്ങൾ കണ്ണൂരിൽ നിന്ന് കൊണ്ടുവന്നത് അവന് വേണ്ടിയിട്ടാണ്. ഞങ്ങൾ അവിടെ സൈഡിലേക്ക് ഇരിക്കുകയുള്ളൂ, പക്ഷേ ഇത് ഇവൻ്റെ പ്രോപ്പർട്ടിയാണ്. അവനിവിടെയാണ് കിടന്നുറങ്ങാൻ. ഞങ്ങൾ പുറത്താക്കിയില്ല കേട്ടോ. കുഞ്ഞാണ്, 5 മാസമൊക്കെ ആയിട്ടേ ഉള്ളൂ. ആ കാണുന്നത് അച്ഛൻ്റെ അമ്മയുടെ റൂമാണ്. ഇതെൻ്റെ റൂം. ഇപ്പോൾ തന്നെയാണ് എൻ്റെ വൈഫ് മാൽദീവ്സിലാണ് വർക്ക് ചെയ്യുന്നത്, നാട്ടിലില്ല. എൻ്റെ റൂമിലുള്ളൊരു വ്യൂ ആട്ടോ ഇത്. നല്ല കാറ്റാണ്. നേരെ ഈ ജനലിലൂടെ നോക്കിക്കഴിഞ്ഞാൽ വയലാണ്. ഇനിയിപ്പോൾ അവിടെ കൃഷിയൊക്കെ ആയിക്കഴിഞ്ഞാലേ അടിപൊളിയായിരിക്കും. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് എൻ്റെ റൂമിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഏട്ടൻ്റെ വൈഫിൻ്റെ ചേച്ചിയുടെ റൂമാണ്. പിന്നെ ഇതിവിടെ അടുക്കള, ആ സൈഡിൽ ബാത്റൂം. അമ്മ ഇത് അടുക്കളയിലുണ്ട്. അടുക്കളയിൽ നിന്നുള്ള വ്യൂ അടിപൊളിയാണ് കേട്ടോ. ഈ കാണുന്ന അടുക്കളയിൽ നിന്നുള്ളൊരു വ്യൂ ആണ്, വയൽ തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ഒരു പ്രദേശത്തിൻ്റെ ഒരു ഡ്രോൺ ഷോട്ട് കാണാം. ബ്യൂട്ടിഫുൾ ആയിരിക്കും. കണ്ടോ, ഞാൻ ആ നേരത്തെ പോയ ആ വയലിൻ്റെ അവിടെ നിന്നുള്ളൊരു വ്യൂ ആണ് ഈ കാണുന്നത്. നമ്മുടെ ആ വീടാണ് കേട്ടോ അവിടെ കാണുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് വിഷ്വൽസ് ഡ്രോൺ ഷോട്ട് കാണാം. എന്തായാലും മനോഹരമായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഫോറസ്റ്റ് ഏരിയ, അതിൻ്റെ അടുത്ത് വരെ നമുക്ക് എന്തായാലും ആ ഡ്രോണൊന്ന് പറപ്പിക്കാം കേട്ടോ.
ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ കാണിച്ച ആ ഒരു മാനന്തവാടി പുൽപ്പള്ളി മെയിൻ റോഡാണ് കാണുന്നത്. ആ മെയിൻ റോഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ കുറച്ച് കൃഷിയിടങ്ങളുണ്ട്. പക്ഷെ അവിടെ ഇപ്പം ഈ വർഷം ഒന്നും ചെയ്യുന്നില്ല. അതിൻ്റെ സൈഡിലൂടെ ചെറിയൊരു തോടൊക്കെ ഒഴുകുന്നുണ്ട്. ഇവിടെ കുറച്ച് വീടുകൾ കാണുന്നില്ലേ, അത് ഇവിടുത്തെ ഒരു ആദിവാസി ഉന്നതിയിൽപ്പെട്ട വീടുകളാണ്. അപ്പോൾ അവിടുത്തെ ഒരു വിഷ്ണു എന്ന് പറഞ്ഞ പയ്യൻ നമ്മുടെ ഇവിടെ പെയിൻ്റ് അടിക്കാനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ വിഷ്ണുവിൻ്റെ വീടും അതിനകത്താണ്. അപ്പം അവരുടെ തൊട്ട് പുറകിൽ തന്നെ നല്ല ഫോറസ്റ്റാണ്, ഒരുപാട് വൈൽഡ് ആനിമൽസിലുള്ള ഫോറസ്റ്റ് തന്നെയാണ്. ഈ മണ്ണിങ്ങനെ ഇളക്കിയിട്ട് കാണില്ല, അത് ട്രെഞ്ച് കുഴിച്ചാണ്. അതായത് ആന അവിടെ നിന്ന് കാട്ടിൽ നിന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ട്രെഞ്ച് കുഴിക്കുകയാണ്. പിന്നെ അവിടെ ഇലക്ട്രിക് ഫെൻസിങ്ങിൻ്റെ ഒക്കെ വർക്ക് നടക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് അങ്ങനെ മണ്ണൊക്കെ മാറ്റിയിട്ടിരിക്കുന്നത്. ഇങ്ങനെ നോക്കത്താ ദൂരത്തോളം ഫോറസ്റ്റ് ആട്ടോ. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഫുൾ അങ്ങ് വരെ വയലാണ്. അവിടെ പലതിലും ഇപ്പം കൃഷിയില്ല, എന്നാലും കുറേ ഏരിയയിൽ കൃഷിയുണ്ട്. കുറേ സ്ഥലത്ത് ഇഞ്ചി നട്ടിട്ടുണ്ട്. പിന്നെ ഇതാ നെല്ല് നടാൻ വേണ്ടിയിട്ട് വയലിങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ആ വീട്ടിൻ്റെ സൈഡിലൂടെ പോലെ തന്നെ. ദൂരെ ഒരു ബസ് പോകുന്നത് കണ്ടില്ലേ. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഒരു കാഴ്ചകൾ. അപ്പം കുറച്ച് ഡ്രോൺ ഷോട്ടുകളുണ്ട്, അതും കൂടെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ട് നിങ്ങളത് മൊത്തം ഒന്ന് കണ്ടു നോക്കാം കേട്ടോ.
നമ്മളിതാ ഇവിടെ നിന്ന് നോക്കുമ്പോൾ അങ്ങ് ദൂരെ കാണുന്ന കുറച്ച് വയലൊക്കെ ഇല്ലേ, അത് കുറിച്ചിപ്പറ്റ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. അതായത് ഈ ആലൂർക്കുന്ന് എന്ന് പറഞ്ഞ സ്ഥലം കഴിഞ്ഞതിന് ശേഷമുള്ള ആ ഒരു ഏരിയയാണ് കുറിച്ചിപ്പറ്റ. ഇവിടെ എല്ലാം ഇങ്ങനെ ചെറിയ ചെറിയ ഗ്രാമങ്ങളൊക്കെയാണ്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. വയലും കാടും അങ്ങനെ എല്ലാം കൊണ്ടും പ്രകൃതി ഇങ്ങനെ അനുഗ്രഹിച്ച് നൽകിയൊരു സ്ഥലമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടുത്തെ ഈ മനോഹരമായ കാഴ്ചകളും ഞങ്ങളുടെ ആ ഒരു വീടും അങ്ങനെയൊക്കെയാണ്. അപ്പം വീഡിയോ മുഴുവനായിട്ട് എല്ലാവരും കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനലൊക്കെ ഒന്ന് കയറി കണ്ടിട്ട് ചാനലും കൂടെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. പിന്നെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് രേഖപ്പെടുത്തുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി.